Hello dear students, once again welcome back to YouTube Pod. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ തന്നെ 15 ദിവസം കൊണ്ട് എങ്ങനെ കെമിസ്ട്രി സെറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മെയിൻലി 3 ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, ഒക്കെ എല്ലാം സെറ്റാണ്, എന്നാലും അഡീഷണൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോ ഒന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അറിയാം, പക്ഷെ എന്താണെന്നുള്ളതിൽ വരെ ഒരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ. അപ്പോൾ ഇനി എങ്ങനെ ബാക്കി പഠിച്ച് തീർക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി അതായിരിക്കും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുക, മെയിൻ മെജോറിറ്റി ആൾക്കാരും അതിലാണ് വന്നിട്ടുണ്ടാവുക. ആ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കാര്യമായിട്ട് ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, ഒരു ടെൻഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ടെൻഷൻ വന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ. സോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ +2 നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ കാര്യമൊക്കെ നമുക്കറിയാം. ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നമുക്ക് നോക്കിയാലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 6 മാർക്ക് സൊല്യൂഷൻ വരുന്നതാണ്. അതായത് മൊത്തം 60 എടുക്കുകയാണെങ്കിൽ അതിൽ 10% എവിടുന്നാണ് വരുന്നത്, സൊല്യൂഷൻ എന്നാണ് വരുന്നത്. അടുത്ത് പറഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി ആണ്, അത് 7 മാർക്ക് അവിടെ നിന്നാണ് വരുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിൽ 6 മാർക്ക്, DNF ബ്ലോക്ക് ആണെങ്കിൽ 6 മാർക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണെങ്കിൽ 7 മാർക്ക്, ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അറീൻ എടുക്കുകയാണെങ്കിൽ 6 മാർക്ക്, ആൽക്കഹോൾ ഫിനോൾ ഈതേഴ്സ് എടുക്കുകയാണെങ്കിൽ 6 മാർക്ക്, ആൽഡിഹൈഡ്സ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് എടുക്കുകയാണെങ്കിൽ 7 മാർക്ക്, അമീൻസ് 5 മാർക്ക് ആൻഡ് ഫൈനലി ബയോമോളിക്യൂൾ 4 മാർക്ക്. മൊത്തം 60 ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട ചാപ്റ്റർ അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് പെർസെൻറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുമോ. ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രി ആണ്, രണ്ടാമത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ അത് ആൽഡിഹൈഡ്സ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആണ്. ഈ 3 ചാപ്റ്റർ നിങ്ങൾക്ക് 7 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും ലീസ്റ്റ് വന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അത് ഓർഗാനിക്കിലെ 2 ആൾക്കാരാണ്, അമീൻസ് ബയോമോളിക്യൂൾസ് ആണ്. 5ഉം 4ഉം മാർക്കാണ്. നിങ്ങൾ ഈ ഒരു 7 മാർക്കിന്റെ കാറ്റഗറി എന്നെ ഒന്ന് എടുത്ത് നോക്കിയേ. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിന് എന്ത് വന്നിട്ടുണ്ട്, 7 മാർക്ക് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ പൊതുവേ നിങ്ങൾക്ക് അറിയാമായിരിക്കും കെമിസ്ട്രീനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫിസിക്കൽ കെമിസ്ട്രി, രണ്ടാമത്തത് ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് മൂന്നാമത്തത് ഓർഗാനിക് കെമിസ്ട്രി. ആരൊക്കെയാണ് ഇതിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി വന്നിട്ടുള്ളത്? ഇൻഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ ഈ 2 ആൾക്കാരാണ് എന്തെന്ന് പറഞ്ഞത്, ഇൻഓർഗാനിക് കെമിസ്ട്രി ആണല്ലോ. DNF ബ്ലോക്കും ഒപ്പം തന്നെ കോർഡിനേഷനും. ഇനി ആദ്യത്തെ 3 ആൾക്കാർ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം, അവർ ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ആൻഡ് ഫൈനലി അവസാനത്തെ 5 ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ആണ്. സോ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിന് കൊടുക്കുന്ന അതേ അപ്രോച്ച് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. ആദ്യത്തെ 3 ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ, ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിൽ, കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിലും നമ്മൾ ഫിസിക്സിൽ എന്താ ചെയ്യുക, നമുക്കൊരു ചാപ്റ്റർ എടുത്ത് നിങ്ങൾ അതിൽ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ച് ചെയ്യാനുള്ള എന്തുണ്ടാവും, ന്യൂമറിക്കൽസ് ഉണ്ടാവും. അതേ അപ്രോച്ച് തന്നെ കൊടുക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ആണ് ആരെന്ന് പറഞ്ഞത്, ഫിസിക്കൽ കെമിസ്ട്രി. അടുത്ത 2 ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ DNF ബ്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. ലോജിക്കൽ അപ്രോച്ച് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ നമ്മൾ കോർഡിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ട്രിക്കി ആവാനുണ്ട്. ഇൻഓർഗാനിക് ആണെങ്കിൽ അവിടെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഐസോമറിസത്തിലൊക്കെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള 5 ചാപ്റ്റർ ഇതായിരിക്കും കൂടുതൽ ആൾക്കാർക്കും വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ മാത്തമാറ്റിക്സിന് കൊടുക്കുന്ന അതേ അപ്രോച്ച് കൊടുക്കേണ്ട ആളാണ്. എന്താ നമ്മൾ മാത്തമാറ്റിക്സിന് ചെയ്യല്, കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാത്സ് സെറ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ കേസിൽ എടുത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഹാലോ ആൽക്കീൻ മുതൽ ബയോമോളിക്യൂൾസ് വരെ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ റിയാക്ഷൻസും, പ്രിപ്പറേഷൻ ആണെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് ആണെങ്കിലും പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഒക്കെ വീണ്ടും വീണ്ടും എഴുതി ചെയ്തിട്ടാണ് അത് പഠിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇനി നമ്മളുടെ മുന്നിൽ 15 ദിവസങ്ങളേ ഉള്ളൂ. മോഡൽ എക്സാം 17-ാം തീയതി മുതൽ തുടങ്ങും. സോ അപ്പോൾ നമുക്കിനി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയും പഠിച്ചും തീർക്കാനുള്ള സമയം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് പല രീതിയിലുള്ള അപ്രോച്ച് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഒന്നും അറിയാത്ത ഒരാൾക്ക് അയാൾക്ക് ജസ്റ്റ് ഒന്ന് പാസ് ആവണം എന്നുള്ള ഒരു മൈൻഡ് കൂടി ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും. നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളായിരിക്കും, DNF. ഓക്കെ, അതായത് അവിടെ കൂടുതലും ബൈഹാർട്ട് ചെയ്യാനുള്ളതാണുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കാം, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. സോ അയാൾക്ക് പഠിച്ച് തുടങ്ങാൻ പറ്റുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, DNF ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 1-2 ടോപ്പിക്സ് ബുദ്ധിമുട്ടാവും, പക്ഷെ അതും റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഈ 2 ചാപ്റ്റർ മാത്രം നിങ്ങൾ സെറ്റാക്കിയാൽ നിങ്ങൾക്ക് 13 മാർക്ക് അവിടെ അഷ്യൂർ ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കയ്യിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ
+2 പഠിക്കുന്ന ചാപ്റ്റർ ആയുള്ള സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കുറച്ചുകൂടി കൂടുതൽ ടൈം എടുത്ത് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് സൊല്യൂഷനിൽ തുടങ്ങാം. അവിടെ തന്നെ പൊതുവെ റൗൾസ് ലോ ആണെങ്കിലും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റൗൾസ് ലോന്റെ ബേസിലുള്ള ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്നതാണ്. സോ ആ രീതിയിൽ ഒരു അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററിന് ശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ നിങ്ങൾക്ക് 3ാമത് പഠിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഒരു എളുപ്പം ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി ന്യൂമറിക്കലും കൂടെ വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ അതിൻ്റെ സെക്കൻഡറി സെൽ പോർഷൻ ഒക്കെ എന്താണ്, എളുപ്പമാണ്, നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ളൂ. സപ്പോസ് നിങ്ങൾ ഈ 2 ചാപ്റ്ററും സൊല്യൂഷനും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രയായി, 7ഉം ഒരു 6ഉം 13ഉം 6ഉം 19 മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ 60 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഓരോ കാറ്റഗറിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വീണ്ടും 7 മാർക്ക് വാങ്ങാൻ പറ്റും. കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു ആർക്ക്, DNFന്. സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുത്തു, കോർഡിനേഷന് കൊടുത്തു. തേർഡ് പ്രയോറിറ്റി നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ട് എന്നതിൻ്റെ ബേസിൽ ഞാൻ ആർക്ക് പറയാണ്, സൊല്യൂഷൻസിന് പറയാണ്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞത്. നമുക്ക് 4th പ്രയോറിറ്റി ഇയാൾക്ക് കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് 3rd കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ 3rd കൊടുക്കേണ്ട അടുത്ത ആളെന്ന് പറഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. പറയുമ്പോൾ ഇയാൾക്ക് 6 മാർക്ക് ഉണ്ട്, ന്യൂമറിക്കൽ ചാപ്റ്റർ ആണ്, അപ്പോൾ അവിടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എന്നാലും ഈ ചാപ്റ്ററിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. 0 ഓർഡറിനെ കുറിച്ചും ഫസ്റ്റ് ഓർഡറിനെ കുറിച്ചും അവരുടെ K കണ്ടുപിടിക്കാൻ, അതായത് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനും അവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഗ്രാഫുകളുണ്ട്. ആ ഗ്രാഫും പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റർ സെറ്റ് ആവും. ഒപ്പം തന്നെ അറീനിയസ് ഇക്വേഷനും പിന്നെ ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസും. സോ അവിടെ എന്തായി, ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എന്തായി, നിങ്ങൾക്ക് അത് നിങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ഇവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് കണ്ടന്റേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ആരെന്ന് പറഞ്ഞത്, കെമിക്കൽ കൈനറ്റിക്സ്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാക്കാൻ പറ്റും. ഇനി ഓർഗാനിക് പൊതുവേ ഞാൻ മാറ്റി വെച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഓർഗാനിക് കിട്ടണമായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം +1 ഉണ്ടായിരുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസും ഒപ്പം തന്നെ ഹൈഡ്രോ കാർബണും നല്ല രീതിയിൽ പഠിക്കണമായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഓർഗാനിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ കിട്ടി, ഞാൻ ആൽഡിഹൈഡ് പഠിക്കുക എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും മനസ്സിലാകാൻ പോകില്ല. കാരണം ഓരോ ചാപ്റ്ററും എന്താ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്തടുത്ത ചാപ്റ്റർ വരുന്നത്. എന്നാലും നിങ്ങൾക്ക് ഓർഗാനിക്കൽ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, അത് ബയോമോളിക്യൂളാണ്. നിങ്ങൾക്ക് അപ്പോൾ ഒരു 5th പ്രയോറിറ്റി വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ബയോമോളിക്യൂളിന് കൊടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഓർഗാനിക് ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ +1 ബയോളജിയിലൊക്കെ പഠിച്ച ബയോമോളിക്യൂൾസിൽ അതേ കോൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇനി ഓർഗാനിക്കിൽ അടുത്ത സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അമൈൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 ചാപ്റ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമൈൻസ് ആണ്. ഓക്കെ, ബാക്കി 3 ചാപ്റ്ററും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കണ്ടന്റ് അധികം ഉണ്ട്. എന്നാലും ഇനി 3 എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാലോ ആൽക്കെയിൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അടുത്ത ഓർഗാനിക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാലോ ആൽക്കെയിൻ നോക്കാം. സോ ഇത്രയും ഒരു ചാപ്റ്റർ, അതായത് 10 5 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു പകുതിയിലധികം 30+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ കാര്യം ഒന്ന് ഓർമ്മയുണ്ടാവുക. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒന്നും അറിയാത്ത ഒരാൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു അവൈലബിൾ സമയത്തിൽ എങ്ങനെ പഠിക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മൊത്തം നമുക്ക് എങ്ങനെ ഓരോ ദിവസം വെച്ച് പഠിക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനോർഗാനിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതാണല്ലോ എളുപ്പത്തിൽ പഠിക്കാനുള്ളത്. സോ അതിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ DNF ബ്ലോക്കും ഉണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DNFനും കോർഡിനേഷനും ഓരോ ദിവസം കൊടുക്കാം. ഓക്കെ, സോ ഇയാൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിനും DNFനും ഞാൻ ഓരോ ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾക്ക് നമുക്ക് 2 ദിവസം കൊടുക്കാം, കുറച്ചുകൂടെ എഫേർട്ട് ഇടാനുള്ളതുകൊണ്ട്. ടോട്ടൽ ഇവിടെ 3 ദിവസം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഫിസിക്കലിന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക്കിന് പോകാം. ഫിസിക്കലിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് നമുക്ക് ഒരു ദിവസം കൊടുക്കാം. ഇലക്ട്രോ കെമിസ്ട്രി വലിയ ചാപ്റ്ററാണ്, നമുക്ക് 2 ദിവസം കൊടുക്കാം. കെമിക്കൽ കൈനറ്റിക്സ് ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. സോ നിങ്ങൾ നോക്കിക്കേ, മൊത്തം 7 ദിവസം കൊണ്ട് നമുക്ക് എത്ര ചാപ്റ്റർ തീർക്കാൻ പറ്റും, 5 ചാപ്റ്റർ തീർക്കാൻ പറ്റും. ഇനി നമ്മളുടെ മുന്നിൽ 8 ദിവസമാണ് ഉള്ളത്. ആ 8 ദിവസത്തിൽ ഇവിടെ 2, ഇവിടെയും 2, ഇവിടെയും 2, ഈ ഓരോന്നിന് ഓരോ ദിവസം വെച്ച് കൊടുക്കാം. അതായത് ഹാലോ ആൽക്കെയിൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ് ഈ 3 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ 2 ദിവസം കൊടുക്കണം. ബാക്കിയുള്ള അമൈൻസ് ആണെങ്കിലും ബയോമോളിക്യൂൾസ് ആണെങ്കിലും 1 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇനി ഇതൊക്കെ 1 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ തീർക്കാം, അവിടെയാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചാപ്റ്റർ ഒക്കെ വലുതാണ്,
പൊതുവെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവർ നേരിടാൻ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടന്റ് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാടി കയറി 8 മണിക്കൂറിൻ്റെ 9 മണിക്കൂറിൻ്റെ വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മിനിമം 7 മണിക്കൂർ 8 മണിക്കൂറുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ സമയമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള വൺ ഷോട്ടുകളാണെങ്കിലോ അല്ലെങ്കിൽ സിമ്പിൾ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഉണ്ടെങ്കിൽ അത് ഓൺലൈനിൽ നിന്നാണെങ്കിലോ യൂട്യൂബിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പിൽ നിന്നാണെങ്കിലോ നിങ്ങൾ പോയിട്ട് നോക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യാൻ നോക്കുക, പെട്ടെന്ന് നോക്കുക. അത് ഒരു തവണ വേഗം ഓടിച്ചു വിടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള നോട്ട്. ഇനി നിങ്ങൾ പുതിയൊരു നോട്ടിന് വേണ്ടി ഭയങ്കര ഇലാബറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള നോട്ടിന് വേണ്ടി പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ഒന്നാമത് ഒരു തവണ വീഡിയോ കണ്ടിട്ടുണ്ട്, രണ്ടാമത് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള നോട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്നുകൂടെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കൂടെ എന്തുണ്ടാകാൻ പോകുന്നത്, ഈ 15 ദിവസം ഉണ്ടാകാൻ പോകുന്ന ആളെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൂടുതൽ പുതിയ നോട്ടുകളിലേക്കോ കാര്യങ്ങളിലേക്കോ നിങ്ങൾ പോകാതിരിക്കുക. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ നോക്കുക, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ പ്രൈമറിലി നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ സൊല്യൂഷൻ പഠിച്ചു, 15ാമത്തെ ദിവസം നിങ്ങൾ ബയോമോളിക്യൂൾ പഠിച്ചു. പക്ഷേ ആ ബയോമോളിക്യൂൾ പഠിച്ചു കഴിഞ്ഞ സമയത്ത് സൊല്യൂഷൻ മറന്നുപോയാൽ അതും പ്രശ്നമല്ലേ? അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം? അപ്പോൾ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു 15 ദിവസം നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടു തീർക്കാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു തീർക്കുക. ഇനി പ്രയോറിറ്റി വൈസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ രീതിയിൽ പോവുക. ആൻഡ് ആദ്യം ഒരു ഷോർട്ട് വീഡിയോ കാണുക, പെട്ടെന്ന് ഒന്ന് ഓടിച്ചു വിടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്നൊരു മടി, അതായത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് മാറി കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള നോട്ട് വെച്ചിട്ട്, ഷോർട്ട് നോട്ട് ആണെങ്കിൽ അത്രയും നല്ലത്, അത് വെച്ചിട്ട് പഠിക്കുക. ആൻഡ് ഒന്നിടവിട്ട ദിവസങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ള ഒന്നും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. എല്ലാം സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് നേടാനാവുമായിട്ടും നഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്കുകളായിരിക്കും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ. പക്ഷേ അതും പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ എന്താണുള്ളത് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ആര് എത്ര നല്ല രീതിയിൽ സമയം ഉപയോഗിക്കുന്നോ അയാൾക്കായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക. സോ ഓരോ മൂമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഈ 15 ദിവസം നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കുക. എന്നൊക്കെ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇന്നിരുന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഗാനിക് പഠിക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ ഫിസിക്കൽ പഠിക്കാൻ തുടങ്ങണം, ഇൻഓർഗാനിക് പഠിക്കാൻ തുടങ്ങണം. ഇനി ഓർഗാനിക് എനിക്ക് ഒരു വഴിക്ക് നടപടി ആവില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എജ്യൂപോണിൻ്റെ ലാസ്റ്റുള്ള ഷെഫിൻസാറിൻ്റെ ലൈവ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഇതുവരെ ഓർഗാനിക് അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടും ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിൽ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് നിങ്ങൾക്ക് ആ രീതിയിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഫിസിക്കൽ ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കണം, ഇക്വേഷൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ എഴുതി വെക്കണം. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷോർട്ട് നോട്ട് വെച്ചിട്ട് ഇക്വേഷൻസ് ഓർത്തെടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 3 ചാപ്റ്ററിലെ ഇക്വേഷൻസ് എന്ത് ചെയ്യണം, ഒന്ന് ചെറിയൊരു ഷോർട്ട് നോട്ട് ആക്കി എഴുതി വെക്കണം. ബാക്കിയുള്ള 2 ചാപ്റ്റർ നിങ്ങൾക്ക് 1, 2, 3 തവണ റിവൈസ് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്നതാണ്. സോ ഇത്തരത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇനിയുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം, നാളത്തേക്ക് വെക്കുന്ന പരിപാടിയില്ല. ഇന്ന് മുതൽ, ഇന്നാണ് നമ്മളുടെ day 1. താങ്ക് യു ഫോർ വാച്ചിങ്.